സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻകാല ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ ഹദൽ തങ്ങൾ. ജന്മം കൊണ്ട് അന്യ ജില്ലക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലക്കാരനാണ്. വട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മന്ത്രിക്കാൻ വരുന്ന പല ആളുകളെയും ശംസുൽ ഉലമ പറഞ്ഞയക്കുന്നത് സയ്യിദ് ത്വാഹിർ തങ്ങളുടെ അടുത്തേക്കാണ്. അകവും പുറവും ത്വാഹിറായിട്ട് ഈ സമൂഹത്തിന് ജീവിക്കുന്ന ഉദാഹരണമായിട്ട് മാറാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിർ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മുഹിമ്മാത്ത് നമ്മുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് അനാഥ മക്കൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു സെന്റ് ഭൂമി പോലുമില്ലാത്ത പാവപ്പെട്ട അഗതികളായ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിർ തങ്ങൾ ടാർഗറ്റ് ചെയ്തത്. അവരെ കൈ പിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിർ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അക്കാല ജീവിതം ലോകാന്ത്യം വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും ആധാരമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ലൈറ്റ് ഹൗസ് ആയിട്ട്, പ്രകാശഗോപുരമായിട്ട് ഇന്നും പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്വാഹിർ തങ്ങൾ വലിയ ആലിമാണ്, ആബിദാണ്, സയ്യിദാണ്, ഖാദിയായിരുന്നു. എല്ലാ നിലക്കും ആത്മീയതയുടെ ഉന്നതിയിലെത്തിയ മഹാനാണ്. റിഫാഇയ്യ ത്വരീഖത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഖലീഫയായിട്ട് സെലക്ട് ചെയ്യാൻ മാത്രം ആത്മീയമായ ഉന്നതി കൈവരിച്ച വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിർ തങ്ങൾ. മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ സാന്ത്വന പ്രവർത്തനങ്ങളെ പേര് ജീവിപ്പിച്ച മഹാനാണ് സയ്യിദ് ത്വാഹിർ തങ്ങൾ. മുഹിമ്മാത്തിന്റെ ക്യാമ്പസിൽ പഠിക്കുന്ന അനാഥ മക്കൾ അവർ പലപ്പോഴും വിശുദ്ധമായ റമളാനിന്റെ ലീവിന് പോലും നാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. കാരണം വീട്ടിൽ പോയാൽ അവർ നന്നായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല, പെരുന്നാളിന് വാങ്ങാൻ വസ്ത്രം വാങ്ങാൻ പണമില്ല. അത്രയേറെ ദുരിതമനുഭവിക്കുന്ന, സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന, ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന പാവങ്ങളെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിർ തങ്ങൾ കൈപിടിച്ചുയർത്തിയത്. മതവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ കടാവിളക്കായിട്ട് മുഹിമ്മാത്ത് പ്രശോഭിക്കുമ്പോൾ അതിന്റെ ശില്പിയുടെ ചരിത്രം നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. ലാളിത്യമാണ് മഹാനവറുകളുടെ മുഖമുദ്ര. ആരോടും ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കാറില്ല. ഘോര പ്രഭാഷണം നടത്തിയ ചരിത്രമൊന്നും ത്വാഹിർ തങ്ങൾക്കില്ല. നിശബ്ദ ചരിത്രവുമാണ് നടത്തിയത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലേക്ക് ഖിദ്മത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ നാടുകളിലെ പല റോഡുകളും ഇന്നത്തെ പോലെ വികസിച്ചിട്ടില്ല. നടന്നിട്ടാണ് ത്വാഹിർ തങ്ങൾ ജോലി സ്ഥലത്തേക്ക് എത്താറുള്ളത്. അവിടെ നിന്ന് കിട്ടുന്ന സമയത്ത് മുഴുവനും വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഇന്ന് നാം ആസ്വദിക്കുന്ന ഈ സൗഭാഗ്യം മഹാനായ സയ്യിദ് ത്വാഹിർ തങ്ങൾ ഒരു കാലത്ത് ഊതുമറിച്ചതിന്റെ ഫലമാണ്, റിസൾട്ടാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി തന്ന് നമ്മോട് വിട പറഞ്ഞുപോയ മഹാനവറുകൾ അല്ലാഹു സ്വർഗീയ ആരാമത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മഹാനായ സയ്യിദ് ത്വാഹിർ തങ്ങൾ കാണിച്ച സുന്ദരമായ പാതയുണ്ട്. വിശുദ്ധമായ ശഅബാനിന്റെ സുന്ദരമായ ഒരു രാത്രിയിലാണ് മഹാനവറുകൾ സ്വർഗം നൽകിയത്. തന്റെ ജീവിതം മുഴുവനും വളരെ തഖ്വയോടെ, വളരെ ഇഖ്ലാസോടെ, വളരെ ആത്മാർത്ഥതയോടെ മുന്നേറിയപ്പോ മഹാനവറുകളുടെ ജീവിതത്തിന് അല്ലാഹു തആല ഖബൂലിയത്ത് നൽകി. കലുഷിതമായ അവസാന രംഗം നമുക്കെല്ലാവർക്കും മനസ്സിൽ ഓർമ്മയുണ്ട്. വഫാത്തിനോടടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ബഹുമാനപ്പെട്ട ത്വാഹിർ തങ്ങളെ കാണാൻ വരികയാണ്. എം.എ. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ മരിച്ചു സ്വർഗത്തിൽ കടന്നു. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ബഹുമാനപ്പെട്ട ത്വാഹിർ തങ്ങളെ കാണാൻ വരികയാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടു ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു പോകാൻ കഴിഞ്ഞ മഹാനായ സയ്യിദ് ത്വാഹിർ തങ്ങൾ അവർ നമ്മുടെ വസീലയാണ്. അല്ലാഹു അവരോടൊപ്പം നമ്മയും സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടുമാറാവട്ടെ.